Celluloid Film Magazine. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ 148ാമത് സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു നെഞ്ചിടിപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ്. സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ്. കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ 28 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര്, എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം, ആഗ്രഹമൊക്കെയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. കാരണം തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ എന്ന് പറയാം, ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കിടക്കുന്ന ശരിക്കൊരു ആക്ഷൻ ഓറിയന്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം. പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആക്കിയത്. സാറ് പിന്നെ ചെസ്, അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ സന്തോഷം. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വളരെ പരമശിവം. അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി. അപ്പോൾ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരുടെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ പല സിനിമകൾ ചെയ്ത് ഇന്നിപ്പോൾ തങ്കമണി എന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ്. 1986 തങ്കമണി കട്ടപ്പനയിലെ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിൽ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന, തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി വന്ന എറണാകുളം ജില്ല, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത്. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരെയുള്ള എവിടെയോ ഉള്ളൊരു സ്ഥലം, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിന് ബേസ് ചെയ്ത് ഒരു കഥയുണ്ടെന്ന് രതീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദന, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു കഥ എന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ 12th ഫെയിൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ. 2018 മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള, അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ
ശ്രദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ആരെയും മോശമാക്കാനെന്നുള്ളൊരു സിനിമ തന്നെയല്ല. ഇപ്പോൾ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണി മാറട്ടെ എന്ന പ്രാർത്ഥന. പണ്ട് സൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജോസാറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ മണിയാണ്. പിന്നെ എൻ്റെ സഹോദരൻ സന്തോഷ് ഭായ്, ഐ എം സോ സോറി പറയാൻ പറ്റും, കാരണം എന്നെ ഓടിച്ചിട്ട് ഇടിച്ച ആൾക്കാരാണ്. രമ്യൊക്കെ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഈ സിനിമയിൽ ഏറ്റവും വലിയ കരാട്ടയും ജൂഡൊക്കെ അറിയാവുന്ന നീട്ട സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് വിജയൻ, സിദ്ദിഖ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വാക്കാണ് ഈ സിനിമയിലേക്ക്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ ഒരു പുതിയ കോമ്പിനേഷൻ? കാരണം നമുക്ക് 148ാമത്തെ സിനിമയാണ്. 148ാമത്തെ സിനിമയിൽ വന്നിട്ട് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, അതാണ് പറഞ്ഞില്ലേ, എനിക്ക് എന്താണെന്നറിയില്ല ഈ സിനിമയിൽ. ഇപ്പൊ അവിടെ നിന്ന് സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോ ആ തങ്കമണി എന്നുള്ള പാട്ടുകളുടെ പേരുടെ കണ്ണറിയേണ്ടത്. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ്, പക്ഷെ എന്നാൽ അതിനുണ്ടാക്കിയ ഫീല്, അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാര്, അവരോടൊക്കെ നന്ദി പറയണം. വിധു അല്ല, സോറി, പ്രമാനൻ, എല്ലാവരോടും പ്രത്യേകം. ദേവാനന്ദ്, ദേവാനന്ദ് പേരുകൾ വേറെയൊക്കെയാണ്. ഇതിനു മുമ്പ് മീശവാദം ചെയ്യുമ്പോൾ വേറെ പേരായിരുന്നു. അപ്പൊ ഇവര് ഇടക്കിടയ്ക്ക് പേര് മാറ്റില്ല, നമുക്ക് ടെൻഷനാണ്. ഇല്ലേ, അന്ന് പാടുമ്പോ പ്രതാപല്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ചേട്ടൻ ഞാൻ പേര് പറ്റി ദേവാനന്ദ് എന്നാക്കിയതാണ്. അപ്പൊ ഇടക്കിടയ്ക്ക് മാറ്റുമ്പോൾ പറയണം. ഇനി മാറ്റമില്ല, ഫിക്സ്. ഓക്കെ ഡാഡി. ആളെ വിചാരിക്കണം മാറ്റണ്ടായിരുന്നു വിചാരിക്കട്ടോ. ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. സോ ദിലീപേട്ട, താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തി. എനിക്കറിയാം ദിലീപേട്ട സിനിമയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോ രാവിലെ തുടങ്ങി, ഇന്നലെ തുടങ്ങി പ്രൊമോഷന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞിട്ട് വെളിവ് പോയിട്ട് അടിപൊളി. പക്ഷെ രാവിലെ തൊട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ ഇനി മാർച്ച് 7 തിയേറ്ററിലെത്തും. അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ, അല്ലെ? അപ്പൊ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈഡി കൊടുക്കാൻ പറ്റിയ ദിവസം കൊണ്ട് എത്തിച്ചേർന്നതിന് നിങ്ങളുടെ ഒരു ത്രൂ ഔട്ട് സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണ്. അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറയാൻ വേണ്ടി എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മായാമോഹിനിയായിട്ടും സൗണ്ട് തോമയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലെത്തിച്ച റോഷൻ, എന്നെ എഴുതിയിട്ട് സോ സോറി. എൻ്റെ വളരെ അത്രയും കഴിവുള്ള മേഘമേനിൽ എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ ജി. ഐ എം സോ സോറി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെർവസായി. എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് ലിസ്റ്റും ഭായ്, ഷാജു ഭായ്, എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. ഇതിൽ ഞാൻ ആരെങ്കിലൊക്കെ വിട്ടുപോയി ക്ഷമിക്കുക. അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല. കാരണം സൂപ്രൂട്ട് ഫിലിംസ്, ചൗധരി സർ, അതുപോലെ റാഫിക്ക, ഇഫാർ മീഡിയ, അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുജിത്ത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ മലയാള സിനിമയിൽ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലർ, ലിയോ തുടങ്ങിയ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ഹൗസ് ആണ്. അവരുടെ അടുത്ത പടമാണ് മാർച്ച് 7 വരുന്ന നമ്മളുടെ തങ്കമണി. ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന.